900-ഓളം ജീവനക്കാരെ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കോറോ ഹെൽത്ത് കമ്പനിയിൽ വെള്ളിയാഴ്ച വരെ തൽസ്ഥിതി തുടരാൻ ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനം. ലേബർ കമ്മീഷനുമായുള്ള ചർച്ചയിൽ തൊഴിലാളികളും കമ്പനിയുടെ ലീഗൽ അഡ്വൈസറും തൊഴിലാളി സംഘടനാ നേതാക്കളും പങ്കെടുത്തു. വെള്ളിയാഴ്ച തൊഴിൽ മന്ത്രിയുമായുള്ള ചർച്ചയിൽ കമ്പനി അധികൃതർ പങ്കെടുക്കുമെന്ന് ഉമാ തോമസ് MLA അറിയിച്ചു. ഇതിനിടെ പിരിച്ചുവിട്ട ജീവനക്കാർ ഇന്നും കൊച്ചിയിലും കോഴിക്കോടും ഓഫീസുകളിലെത്തി. കൊച്ചിയിലെ ഓഫീസിലെത്തിയ ജീവനക്കാരെ അകത്ത് പ്രവേശിപ്പിക്കാതെ വന്നതോടെ കമ്പനിയുടെ അടച്ചിട്ടിരുന്ന വാതിൽ തുറപ്പിച്ച് ജീവനക്കാരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അകത്ത് കയറ്റി. നടപടിയിൽ വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളും ഇന്ന് പ്രതിഷേധം അറിയിച്ചു. പുതിയ ലേബർ കോഡ് തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്നതിന്റെ ഉദാഹരണമാണ് കോറോ ഹെൽത്തിലെ പിരിച്ചുവിടലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആരോപിച്ചു. മുന്നറിയിപ്പുകൾ ഒന്നും നൽകാതെ 900-ലധികം ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള US ആസ്ഥാനമായ കമ്പനിയുടെ നടപടിക്ക് പിന്നിൽ എന്താ? രാജ്യത്തെ പുതിയ ലേബർ കോഡുകളെ മറയാക്കിയാണോ കോർപ്പറേറ്റ് ഭീമന്മാരുടെ ഈ പിരിച്ചുവിടൽ നടപടി? കാണാം RDX റാപ്പ്. കൂട്ടപ്പിരിച്ചുവിടലിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ ചർച്ച നടന്നത്. ലേബർ കമ്മീഷണർ തൃക്കാക്കര MLA ഉമാ തോമസ്, സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർ, കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ, വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. 10-ന് നടക്കുന്ന ചർച്ചയിൽ തീരുമാനമാകുന്നതുവരെ തുറന്ന് പ്രവർത്തിക്കണമെന്ന നോട്ടീസ് ഇന്ന് കമ്പനിക്ക് നൽകുമെന്ന് ലേബർ ഓഫീസർ വ്യക്തമാക്കി. അതേസമയം രാവിലെ കൊച്ചി ഓഫീസിലെത്തിയ ജീവനക്കാരെ അകത്ത് പ്രവേശിപ്പിക്കാതിരുന്നതും ഏറെ പ്രതിഷേധത്തിന് കാരണമായി. ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ എത്തിയാണ് ജീവനക്കാരെ ഓഫീസിനകത്തേക്ക് കയറ്റിയത്. ഹൈബി ഈഡൻ MP, മുഹമ്മദ് ഷിയാസ് MLA എന്നിവരും ഓഫീസിലെത്തി ജീവനക്കാരുമായി സംസാരിച്ചു. മുൻമന്ത്രി മുഹമ്മദ് റിയാസും ഇന്ന് കോറോ ഹെൽത്തിന്റെ കോഴിക്കോട്ടെ ഓഫീസിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് US ആസ്ഥാനമായുള്ള മെഡിക്കൽ കോഡിംഗ് കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിലെ 900-ലധികം ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടത്. പുതിയ ലേബർ കോഡ് പ്രകാരം ജീവനക്കാരെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാൻ കമ്പനിക്ക് അവകാശമുണ്ടെന്നായിരുന്നു കമ്പനിയുടെ വാദം. RDX റാപ്പ്, ന്യൂസ് മലയാളം. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാനായിരുന്നു ഇന്നത്തെ ചർച്ചയെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ഘട്ട ചർച്ച നടക്കുന്നതുവരെ ജീവനക്കാർക്ക് ഓഫീസിൽ പ്രവേശിക്കാമെന്നും ഉമാ തോമസ് MLA പറഞ്ഞു. കമ്പനി ഉടമകൾ 10-ന് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുത്തില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ലേബർ ഓഫീസറും വ്യക്തമാക്കി. ഈ പ്രതികരണങ്ങളിലേക്ക് ലീഗൽ അഡ്വൈസറോട് നമ്മളിതെല്ലാം കൺവേ ചെയ്തിട്ടുണ്ട്. അതുവരെ നാളെ മുതൽ ഇവർക്ക് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്കുള്ള വർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷേ ഇവർക്ക് ഇവിടെ കയറാനും അതുപോലെ തന്നെ ഇവിടെയുള്ള ഡൈനിങ് ഫെസിലിറ്റിയും വാഷ്റൂം ഫെസിലിറ്റിയും ഒക്കെ കൊടുത്തുകൊണ്ടായിരിക്കും 10-ാം തീയതി വരെ എന്നാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മിനിസ്റ്ററിന്റെ നേതൃത്വത്തിൽ 10-ാം തീയതി നമ്മളിവിടെ ഒരു മീറ്റിംഗ് നടത്തുന്നുമുണ്ട്. ആ മീറ്റിംഗിൽ നമ്മൾ മാക്സിമം ഈ ഇഷ്യൂ സെറ്റിൽ ചെയ്യാൻ തന്നെ ശ്രമിക്കും. ഇഫ് അറ്റ് ഓൾ ഇത് സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലീഗൽ നടപടികളായിട്ട് മുന്നോട്ട് പോകും. സ്ഥാപനത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ജീവനക്കാരുടെ സമരത്തിന് ഡിവൈഎഫ്ഐ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്നും MLAയും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുമായ VK സനോജ് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിനകത്ത് വേണം. ഇതിപ്പോൾ 2 ദിവസം ആവാൻ വേണ്ടി പോവുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ശ്രദ്ധേയമായ ഇടപെടൽ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇത് ഈ നിലയിൽ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പം ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷയ്ക്ക് ആവശ്യമായ ശക്തമായ ഇടപെടൽ നടത്തണം. ലേബർ കോഡിന്റെ ഭാഗമായിട്ടാണ് പറയുന്നതെങ്കിൽ ലേബർ കോഡിന്റെ ചട്ടങ്ങളൊന്നും ഇവിടെ നടപ്പാക്കിയിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇത് ശുദ്ധ തോന്നിയാസമാണ്. ഇതൊന്നും ഈ കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഈ ജീവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന്റെ കൂടെ ഡിവൈഎഫ്ഐയും ഏതറ്റം വരെയും ഇവരെ ജോലിയിൽ തിരികെ എടുക്കാൻ ആവശ്യമായിട്ടുള്ള സമരത്തിൽ ഡിവൈഎഫ്ഐ ഉണ്ടാവും. കൂട്ടപ്പിരിച്ചുവിടൽ CITU നോക്കി നിൽക്കില്ലെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി എളമരം കരീമും വ്യക്തമാക്കി. സർക്കാർ ഇടപെട്ടില്ല എങ്കിൽ ഇത് ആവർത്തിക്കുമെന്നും ഏത് സർക്കാരായാലും ഏത് നയമായാലും ഇത് അനുവദിക്കാൻ കഴിയില്ലെന്നും എളമരം കരീം പറഞ്ഞു. LDF സർക്കാർ ഭരിക്കുമ്പോൾ കൂട്ടപ്പിരിച്ചുവിടലുകൾ അനുവദിച്ചിരുന്നില്ലെന്നും ഇത് അനുവദിച്ചാൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുമെന്നും മുൻമന്ത്രി മുഹമ്മദ് റിയാസും വ്യക്തമാക്കി. തൊഴിലാളികൾ സന്നദ്ധമാവുകയാണെങ്കിൽ അവരോടൊപ്പം നിന്ന് മറ്റ് തൊഴിലാളി സംഘടനകളുടെയും തൊഴിലാളികളുടെയും എല്ലാം ഐക്യം ഉയർത്തിക്കൊണ്ടുവന്ന് ജോലി നഷ്ടപ്പെടാൻ ഇടയാകാത്ത വിധത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമം നടത്തും. ഒരു തരത്തിലും ഇത്തരം പിരിച്ചുവിടലുകൾ കേരളത്തിൽ നടപ്പാക്കാൻ CITU അനുവദിക്കില്ല. ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നാളെ എല്ലാ സ്ഥാപനങ്ങളും ഇത് ആവർത്തിക്കും. ഇതൊരു സാമ്പിൾ ഡോസാണ്.
കേരളം ഇന്ന് വരെ 2020 ലേബർ കോഡ് കേരളത്തിൽ വന്നതിന് ശേഷം ഇതുവരെ ഈ 5 കൊല്ലം LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇതുപോലെ കൂട്ടപ്പിരിച്ചുവിടലുകൾ അനുവദിച്ചിരുന്നില്ല. ശക്തമായി സ്റ്റേറ്റ് ഗവൺമെൻറ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ടു. എന്നാൽ ഇത് അനുവദിച്ചാൽ നാളെ മുതൽ കേരളത്തിൽ തോന്നുന്നത് പോലെ പിരിച്ചുവിടലുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഗൗരവത്തിൽ ഈ വിഷയം കാണണം. ഇത് കൂട്ടപ്പിരിച്ചുവിടൽ മനുഷ്യത്വഹീനമാണെന്നും IT ന്യൂജൻ ജോലികൾക്ക് സുരക്ഷിതത്വം ഇല്ലെന്നും INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. കോർപ്പറേറ്റുകൾക്ക് കയറി മേയാൻ ഇന്ത്യൻ തൊഴിൽ മേഖലയെ വിട്ടു നൽകില്ലെന്നും R ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു. ഭാരതത്തിലൊരു ഗവൺമെൻറ് വരിക, ഈ ഗവൺമെൻറ് രാജ്യത്തിൻ്റെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിയൊക്കെ കൊണ്ടുവന്ന എല്ലാ തൊഴിൽ സുരക്ഷാ നിയമങ്ങളും ഇല്ലാതാക്കുക, ഇങ്ങനെ വരുന്നവർക്ക് കോർപ്പറേറ്റുകൾക്ക് കയറി മേഞ്ഞു പോകാൻ, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ ഒരു കാലത്തും ഈ രാജ്യത്ത് അനുവദിക്കാൻ പോകുന്നില്ല. INTUC ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന എന്നുള്ളതിൽ ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരു തരത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഇതിനെ ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. കുറേ ജീവിതങ്ങളാണ് നിലവിൽ പെരുവഴിയിലായ പോലെയുള്ളത്. അതിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകും, എത്രത്തോളം അതിനുള്ളൊരു സമവായത്തിലുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. മറ്റത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ പിരിച്ചുവിടപ്പെട്ടവരായി തന്നെ കമ്പനിക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. അതാണ് രാജ്യത്തെ നിലവിലെ അവസ്ഥ. അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത. പക്ഷേ ഈ തൊഴിൽ സംസ്കാരം നമ്മുടെ സംസ്ഥാനത്തിന് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ നമ്മൾ വളരെ കൗതുകത്തോടെ കണ്ട ഒരു കാര്യം, ഇതിനോട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതികരിക്കുന്നവരിൽ വലിയൊരു പങ്ക് ഇതിങ്ങനെയാണല്ലോ, ഇതല്ലേ ഇതിൻ്റെ സ്വാഭാവികത എന്ന മട്ടിൽ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണൊരു യാഥാർത്ഥ്യം. അത്തരത്തിൽ നമ്മളും ഇതിനെ സ്വാഭാവികതയോടെ സ്വീകരിക്കുന്ന ഒരു ജനതയായി മാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രാജ്യത്ത് എല്ലായിടത്തും നിലനിൽക്കുന്ന സാഹചര്യത്തിൻ്റെ തുടർച്ച തന്നെ സംസ്ഥാനത്തും ഉണ്ടാകുമെന്നുള്ളതാണ്. സംസ്ഥാനത്ത് പൊതുവെ തൊഴിൽ നിയമങ്ങൾ കർശനമായി പാലിച്ചു പോകുന്ന, നിയമങ്ങൾ എന്തു തന്നെ ആയാലും അത് കർശനമായി പാലിക്കുന്ന ഒരു രീതി സംസ്ഥാനത്തുണ്ട്. തൊഴിൽ നിയമങ്ങൾ പ്രത്യേകിച്ച് കർശനമായി പാലിക്കാൻ പോകുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യം പയ്യെ മാറിയിട്ടുണ്ട്. പിന്നെ ഇതാദ്യമായി നടക്കുന്ന ഒരു പിരിച്ചുവിടലല്ല കേരളത്തിൽ ഇതിനേക്കാൾ വലിയ കമ്പനികൾ, ഇപ്പോൾ ഈ പറയുന്ന കോറോം ഹെൽത്ത് എന്ന് പറയുന്ന കമ്പനിയേക്കാൾ അറിയപ്പെടുന്ന വലിയ IT കമ്പനികൾ പിരിച്ചുവിടൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്നും സംഭവിക്കില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ അവരിതൊരു പ്രശ്നമാവാൻ പലപ്പോഴും ആഗ്രഹിക്കാറില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് മറ്റൊരു ജോലി സാധ്യത എന്നതിനെ ഏറ്റവും കൂടുതൽ ഗുരുതരമായി ബാധിക്കും ഇത് എന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഈ കമ്പനി പറയുന്ന 3 മാസത്തെ ശമ്പളം വാങ്ങി ആ ജോലി അവസാനിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യത്വരഹിതമായ സമീപനം. ഇത് ഇങ്ങനെ തന്നെയാണ് ഒറ്റപ്പെട്ട പിരിച്ചുവിടൽ നടക്കുമ്പോൾ ഈ മൾട്ടിനാഷണൽ കമ്പനികളിലെല്ലാം സംഭവിക്കുന്നത്. അവിടെ ചെന്ന് ജോലിക്ക് ചെല്ലുമ്പോഴാണ് ആക്സസ് ഉണ്ടാവില്ല എന്ന് അറിയുന്നത്, ജീവനക്കാരറിയുക. അവിടെ പിരിച്ചുവിടപ്പെടുകയാണ്. അയാൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ അവിടെ ആരും ഉണ്ടാവില്ല. അയാൾ തന്നെ ശബ്ദം ഉയർത്താൻ വലിയ താല്പര്യമില്ലാതെ ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പിന്നെ എല്ലാവരും പറയും ഇത് വളരെ ചിട്ടയോടെ ഓരോരുത്തരുടെയും ശേഷി തിരിച്ചറിഞ്ഞാണ് കമ്പനികൾ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. ഒന്നുമല്ല. ഒരാളുടെ ശേഷി തിരിച്ചറിയാനുള്ള പ്രത്യേക സംവിധാനമൊന്നും ഈ ഒരു ഒറ്റ IT കമ്പനികൾക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന മട്ടിലില്ല. കാരണം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഈ IT കമ്പനികളെല്ലാം അവിടേക്ക് US-ലോ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിലോ ഒക്കെ വേണ്ടിയിട്ടുള്ള പീസ് വർക്ക് ചെയ്യുന്ന പണിയാണ് എടുക്കുന്നത് ആത്യന്തികമായിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ ജോലി ചെയ്യുന്ന ഇപ്പം നമുക്കിപ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിലാണെങ്കിലും ഒരാൾ ജോലി ചെയ്യുമ്പോൾ അയാളുടെ ശേഷി എത്രയുണ്ടെന്ന് അളക്കാനുള്ള ഒരു സംവിധാനമോ അത് തിരിച്ചറിയാനുള്ള ഒരു മാർഗമോ ഉണ്ട്. ഇതങ്ങനെയല്ല. കാരണം ഈ ജോലി ചെയ്യുന്നത് മിക്കവാറും ഏതെങ്കിലും ക്ലയൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും. അവിടെ ക്ലയൻറ്റിൻ്റെ മാനേജറുമായിട്ടായിരിക്കും ഇവരുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതലും നടക്കുക. വേറെ ഏതോ രാജ്യത്തെല്ലാം ഇരിക്കുന്ന ഏതാനും ചിലരുമായിട്ട് അവർ കൊടുക്കുന്ന ചില ഫീഡ്ബാക്കുകളോ അവർ കൊടുക്കുന്ന ചില അപ്രീസിയേഷനോ അവർ കൊടുക്കുന്ന ചില ലെറ്ററുകളോ ഒക്കെ മാത്രമാണ് ഈ ആളെ അളക്കാനായിട്ട് ഈ കമ്പനിയുടെ കയ്യിലുള്ള ഏക സംഗതി. ഇത് ശരിക്കും കങ്കാണിപ്പണിയാണ് ഈ കമ്പനികളെല്ലാം ചെയ്യുന്നത് അടിസ്ഥാനപരമായി. കാരണം നമ്മളിപ്പോൾ എന്താണ് ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പണ്ട് കങ്കാണിമാരുണ്ട്. ഓരോ തോട്ടത്തിലേക്കും പണിക്കുള്ള ആളെ സപ്ലൈ ചെയ്യുന്ന കങ്കാണിമാർ. ആ കങ്കാണികൾ എന്താണോ ചെയ്യുന്നത് ആ കങ്കാണിയുടെ പണി മാത്രമാണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഈ പ്രധാനപ്പെട്ട MNCകൾ എന്ന് അവകാശപ്പെടുന്ന പല കമ്പനികളും ചെയ്യുന്നത്.
ആളെ എടുക്കുക, എന്നിട്ട് അവർക്ക് കൊടുക്കുക, അതിൻ്റെ കമ്മീഷൻ പറ്റുക, പോക്കറ്റ് ഇടുക. ഇതാണ് യഥാർത്ഥത്തിൽ ആ ബിസിനസ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അവർക്ക് ഇത് ആളെ പിരിച്ചുവിടണമെങ്കിൽ എന്താണ്, പ്രോജക്റ്റ് നഷ്ടപ്പെട്ടാൽ ആളെ പിരിച്ചുവിടാം എന്നുള്ളതിന് അപ്പുറത്ത് ഇയാൾ നന്നായി പണിയെടുക്കുന്ന ആളാണല്ലോ, കമ്പനിക്ക് എന്താ ഭാവിയിൽ മുതൽക്കൂട്ടാവാൻ സാധ്യതയുള്ള ആളാണല്ലോ, അതുകൊണ്ട് ഇത് ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്തു പോകാൻ എന്താണ് മാർഗം, ഇങ്ങനെ ആലോചിക്കുന്ന ഒരു പരിപാടിയേ ഇല്ല. പിന്നെ നഷ്ടം എന്നുള്ളതുണ്ടെങ്കിൽ അത് അവിടെ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു എന്താണ് ഒരു കഴുത്തുറപ്പൻ സമീപനം, അതാണ് കമ്പനികളെ എല്ലാം നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ അത്ഭുതമൊന്നും സംഭവിക്കാനില്ല. പിന്നെ ഈ കമ്പനികളെല്ലാം വരുന്നത് എങ്ങനെയാണ്, എല്ലാ കമ്പനിയും ഇന്ത്യയിൽ ഒരു കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ ഇന്ത്യയിലുള്ള നിയമം എന്താണോ ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം നിയമത്തിനപ്പുറത്തുള്ള എന്തൊക്കെയോ വലിയ പ്രവൃത്തി ഇവർ നടത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയുകയുമില്ല. എങ്ങനെയാണെന്ന് നമുക്കതിനെ ഉറപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ ലേബർ കോഡ് അനുസരിച്ച് 1-2 കാര്യമുണ്ട്. ഇപ്പോൾ 300 പേർക്ക് മുകളിലുള്ള കമ്പനിയാണെങ്കിൽ തീർച്ചയായും സർക്കാരിൻ്റെ അനുമതിയൊക്കെ വാങ്ങിയിരിക്കണമെന്നുണ്ട്. അതൊന്നും ഇവിടെ നടന്നിട്ടില്ല, അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് നിയമപരമായി ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നതാണ്, ആ നിലയ്ക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം മറ്റെല്ലാ മേഖലയിലും ഒരു കാലത്തുണ്ടായിരുന്ന സംഘടിതമായ ഒരു തൊഴിൽ ശക്തി എന്നതല്ല ഇപ്പോൾ ഈ IT സെക്ടറിൽ, പ്രത്യേകിച്ച് ഈ MNCകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് എന്നുള്ളതാണ് സത്യം. ഒരു സംഘടിത തൊഴിൽ ശക്തി അല്ല അവർ, അതെല്ലാം ചിതറി നിൽക്കുന്ന ആളുകളാണ്. എണ്ണം നോക്കുമ്പോൾ എത്രയാണ്, 25,000 പേരൊക്കെ ഒരു കമ്പനി ജോലി ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവർക്കിടയിൽ അവരെ ഐക്യപ്പെടുത്തുന്ന ഒരു ഘടകവുമില്ല. അവരെ ഐക്യപ്പെട്ട് നിൽക്കുകയോ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ അഭിപ്രായം പറയാനോ പോലുമുള്ള പ്ലാറ്റ്ഫോം മര്യാദയ്ക്ക് കിട്ടുന്ന ഒരു സംവിധാനവുമല്ല ഇത്. പിന്നെ പൊതുവേ ഈ IT കമ്പനികളിലെ ശമ്പളം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് തരക്കേടില്ലാത്ത ഒരു ശമ്പളമാണ് എന്നൊക്കെ നമ്മൾ വിലയിരുത്തപ്പെട്ടു പോകുന്നു. ഈ കമ്പനിയുടെ അവസ്ഥ എന്താണ്? ഈ കോറോ ഹെൽത്ത് എന്ന് പറയുന്നത് US കമ്പനിയാണ്. പരമാവധി 10 അതായത് അവിടുത്തെ ബഹുഭൂരിപക്ഷം ജീവനക്കാരുടെയും ശമ്പളം 18,000-നും 30,000-നും ഇടയിലാണ്. അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം അവിടെ വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ജീവനക്കാരെ അത്തരത്തിൽ ഏറ്റവും കുറഞ്ഞ വേതനം കൊടുത്ത് ഇന്ത്യയിൽ നിന്ന് ആളെ കിട്ടാനുണ്ട്. അതുകൊണ്ട് ഇവിടേക്ക് അവർ വരുന്നു, അവർ ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടുന്ന് ഇപ്പോൾ ഇത് കൊച്ചിയിലും കോഴിക്കോടും പൂട്ടിപ്പോകുന്നത് ഇത് പൂട്ടിപ്പോകാനല്ല, ആ കമ്പനി എന്തോ വലിയ പ്രതിസന്ധിയിൽപ്പെട്ടിട്ടല്ല. അവരതിന് ഈ ലാഭം, അതിൻ്റെ ഇരട്ടി ലാഭം എന്നുള്ള ഒരു കണക്കുണ്ടല്ലോ, ആ കണക്ക് വെച്ച് തൽക്കാലം ഇവിടുത്തെ ക്ലോസ് ചെയ്തിട്ട് ഹൈദരാബാദിലും നോയിഡയിലും കൂടുതൽ ആളെ എടുക്കാനാണെന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കുന്നത്. ആ നിലയിലുള്ള ശ്രമമാണ് അവർ അതിനുള്ള നീക്കമാണ് കമ്പനി നടത്തുന്നത്. ബാക്കി വേറെ എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ചെന്നൈയിലായാലും ബാംഗ്ലൂരിലായാലും ഹൈദരാബാദിൽ, കോയമ്പത്തൂരിലും നോയിഡയിലും ഒക്കെ ഓഫീസുണ്ട്. അതെല്ലാം സുഗമമായി പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പം ഞാനിന്നിപ്പോൾ ചില റിപ്പോർട്ടുകൾ കണ്ടപ്പോൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ കേരളത്തിൽ ഇതിനു മുമ്പുള്ള പിരിച്ചുവിടലുകളിൽ പ്രതിഷേധം ഉയർന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഒരു പ്രതിഷേധമൊക്കെ ഉയരുന്ന ഒരു സ്ഥലമാണ് കേരളം എന്നുള്ളതുകൊണ്ട് സ്ഥലം വിട്ടേക്കാൻ തീരുമാനിക്കുകയാണ് ഈ ആളെ പിരിച്ചുവിട്ടിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രതിഷേധിക്കുന്നതാണോ കുഴപ്പം, അതല്ല ഈ പറയുന്ന അടച്ചുപൂട്ടി ഇവർ ആളെ പിരിച്ചുവിടുന്നതാണോ കുഴപ്പം എന്നുള്ള ചോദ്യം കേരളീയ സമൂഹത്തിൽ പോലും രണ്ടായി നിന്ന് ചർച്ച ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമ്മളുടെ തൊഴിൽ നിയമങ്ങളെക്കുറിച്ചൊക്കെ വാചാലരാകുന്നതിനപ്പുറം ഈ വിഷയത്തിലെ മാനുഷികത എന്താണ് എന്നുള്ളത് കൂടിയാണ് ചർച്ച ചെയ്യപ്പെട്ട് പോകേണ്ടതെന്നുള്ളതാണ്. കാരണം ഒട്ടും ഇന്നലെ ഈ പറഞ്ഞ പോലെ ജോലിക്ക് എത്തുന്ന ആളുകളോട് വിളിച്ചു പറയുകയാണ്, എല്ലാവരെയും പിരിച്ചുവിടുകയാണ്, ഇപ്പം തന്നെ ഓഫീസ് വിട്ട് പുറത്ത് പോകണമെന്ന് മൈക്കിൽ അനൗൺസ് ചെയ്യുകയാണ് മുഴുവൻ ആളുകളോടും. ഒരുമിച്ച് എല്ലാവരും ഇറങ്ങി പൊക്കോണമെന്ന് പറയുകയാണ്. അങ്ങനെ അതല്ല നമ്മൾ മനസ്സിലാക്കുന്ന രീതി. നേരത്തെ നോട്ടീസ് കൊടുക്കുകയും അവരുടെ സാഹചര്യം എന്താണെന്ന് അവരോട് പറയും. പണ്ടൊക്കെ ഈ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കഥ, ഇവർ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവരെ കൗൺസിൽ ചെയ്ത് അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ ഈ പ്രശ്നങ്ങൾ അവർക്ക് തളർന്നു പോകരുതല്ലോ. ഈ ഒരു ജോലിയിൽ നിന്നൊരു ദിവസം രാവിലെ പിരിച്ചുവിടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും അയാളുടെ കുടുംബം നോക്കുന്ന ഏക വ്യക്തി ഒരുപക്ഷെ ഈ ജോലിയിൽ നിന്നും പുറത്തു പോകേണ്ടി വരുന്ന ആളായിരിക്കും. അയാളുടെ വരുമാനത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തായിട്ടായിരിക്കും ആ കുടുംബം നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ പുറത്ത് പറഞ്ഞു വിടുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയുമില്ലാതെയാണ് ഈ കമ്പനി പറഞ്ഞു വിടുന്നത്. സാധാരണ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലും ആ നിലയ്ക്കൊന്നുമുള്ള ഒരു നടപടി സ്വീകരിക്കില്ല, മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കില്ല. ഇതൊരു ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആ വർക്ക് ഫോഴ്സിനെ ഒരു ഡിസ്പോസിബിൾ ഫോഴ്സ് ആക്കി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള കുഴപ്പം. അങ്ങനെയാണ് കണക്കാക്കുന്നത്. ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്നുള്ള മട്ടില്ല. അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ ആ പണി എടുപ്പിക്കുന്നു, അത് കഴിയുമ്പോൾ വലിച്ചെറിയുന്നു എന്നുള്ള രീതിയിലേക്ക് അതിനെ പോകുന്നു. ഇപ്പം വിദേശത്തൊക്കെ ഇങ്ങനെയാണല്ലോ. അമേരിക്കയിലും വേണമെങ്കിൽ ഇങ്ങനെ തൊഴിൽ നഷ്ടപ്പെടാം. അവിടെ ഇതാണോ ശമ്പളം കൊടുക്കുന്നത്? അവിടെ ഈ വേതന വ്യവസ്ഥയാണോ നിലനിൽക്കുന്നത്? അല്ലല്ലോ.
ഇവിടെ ഏറ്റവും ചീപ്പ് ലേബറിനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ പണിയെടുപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിനകത്ത് ഈ നോട്ടീസ് പീരീഡ്, ഈ കോമ്പൻസേഷൻ, ഇത്തരം കാര്യങ്ങളിൽ വ്യക്തതയില്ലാതെയാണ് ഈ ആളുകളെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. അത് നിയമവിരുദ്ധമാണ്, ഒരു സംശയമില്ല, അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ആ കാര്യത്തിൽ കർശനമായ നടപടി ഉണ്ടാവേണ്ടതാണ്. ഇത് ഇപ്പോൾ നേരത്തെ മുഹമ്മദ് റിയാസ് പറഞ്ഞു, LDF സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഇങ്ങനെ കൂട്ടപ്പിരിച്ചുവിടലുകൾ ഉണ്ടായിട്ടില്ല, അതിനെ കർശനമായി ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് തടഞ്ഞിരുന്നു എന്നുള്ളത്. ഇത് എല്ലായ്പ്പോഴും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമല്ല. പക്ഷേ ആ കാലത്ത് എന്താണ് ഇത്രയും എണ്ണം ആളുകളെ ഒരുമിച്ച് പിരിച്ചുവിട്ടിട്ടില്ലെന്നേ ഉള്ളൂ. പിരിച്ചുവിടലുകൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അത് ഇവർ സംഘടിതരല്ലാത്തത് കൊണ്ട്, ഈ തൊഴിലാളികൾ സംഘടിതരല്ലാത്തത് കൊണ്ട് ആരും പുറത്തറിയാതെ പോകുന്നതാണ്. പിന്നെ ഒരു പ്രശ്നം കേരളത്തിൽ പ്രത്യേകിച്ച് അവനവൻ തൊഴിലാളിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ തൊഴിലാളിയാണോ എന്നുള്ള സംശയത്തിൽ നടക്കുന്ന പല തൊഴിൽ മേഖലയും ഇവിടെയുണ്ട്. പല തൊഴിൽ മേഖലയുണ്ട്. IT-യിൽ വളരെയധികം ഉണ്ട് അത്തരക്കാർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ ഒരു സുഹൃത്ത് എഴുതി ഞാൻ വായിച്ചു. കാരണം ഇവരെല്ലാവരും നാളെ ഇനി ചിലപ്പം എന്താണ് ഗൂഗിളിൻ്റെ തലവനാകുമോ എന്നുള്ള സംശയത്തിലൊക്കെ ജീവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും പേരുന്നത്. പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ നമ്മളൊരു തൊഴിലാളി, ഈ ആരായാലും നമ്മൾ തൊഴിലാളിയാണ്. ആ തൊഴിലെടുക്കുമ്പോൾ അവിടെ തൊഴിലാളി എന്നുള്ള അഡ്രസ്സിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ ആ നിലയ്ക്ക് ആ അവകാശത്തെക്കുറിച്ച് ബോധവാന്മാരാകണം. വേറൊരു വിഭാഗം മാധ്യമപ്രവർത്തകരാണ്. നമ്മൾ പലപ്പോഴും എല്ലാ മാധ്യമപ്രവർത്തകർക്ക് ഞങ്ങൾ തൊഴിലാളികളാണെന്ന് അങ്ങ് അംഗീകരിക്കാൻ ഭയങ്കര മടിയുള്ളവരായിരുന്നു ഒരു വലിയൊരിളവ് മാധ്യമപ്രവർത്തകർ. അത് ആ മട്ടിൽ തന്നെയാണ് ഇതിൻ്റെ അകത്തും കാര്യങ്ങൾ സംഭവിക്കുന്നത് പലപ്പോഴും. ഇതിനകത്ത് ഇവരാലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ സ്ഥാപനങ്ങളിലെല്ലാം ജോലി ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. വലിയ അവധികളാണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ ഒപ്പിച്ചുകൊണ്ടുള്ള തൊഴിൽ നിയമങ്ങളാണെങ്കിലും ഒക്കെ ഒരു സുപ്രാത്തി വെറുതെ സംഭവിച്ചതല്ലോ. അതെല്ലാം തൊഴിലാളികൾ ചോദിച്ചു മേടിച്ചതാണ്. അല്ലാതെ ഈ കമ്പനികൾ അനുവദിച്ചു കൊടുത്തതല്ല, അത് ചോദിച്ചു മേടിച്ചത് തന്നെയാണ്. ആ ബോധ്യം ഇപ്പോൾ ആളുകൾക്കില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ലേബർ കോഡുകളെല്ലാം ഈ പറയുന്ന തൊഴിലാളികളെ എളുപ്പത്തിൽ പിരിച്ചുവിടാൻ തക്കവണ്ണം തന്നെയാണ് അത് പരുവപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. അതിനകത്ത് സംശയമൊന്നുമില്ല. തൊഴിലാളികളുടെ അവകാശങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താനോ കരുത്തുറ്റതാക്കാനോ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ലേബർ കോഡ് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നതെങ്കിലും ആത്യന്തികമായി സർക്കാർ ആഗ്രഹിക്കുന്നതും കമ്പനികൾ ആഗ്രഹിക്കുന്നതും ഒന്ന് തന്നെയാണ്. കമ്പനികളുടെ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടപ്പാവുന്നത് എന്നതുമാണ് യാഥാർത്ഥ്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ ലാഭക്കണക്കിനെ കുറിച്ചുള്ള ആലോചന മാത്രമാണ് ഇത് ഇന്ത്യയിൽ മറ്റേതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിൽ ഇവിടെ നിന്ന് പറിച്ചിട്ട് പോയാലും പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള ചിന്തയുമാണെങ്കിൽ അതിനെ തൊഴിൽ വകുപ്പ് ഇടപെട്ട് കർശനമായി തടയേണ്ടതുമാണ്. തീർച്ചയായും. ഞാൻ മനുഷ്യാധ്വാനത്തിന് ഒരു വിലയും ഇല്ലാത്തതുപോലെയാണല്ലോ നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. അതുമാത്രമല്ല, നേരത്തെ തന്നെ ഹർഷൻ ചേട്ടൻ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഈ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മനോനിലയുണ്ടല്ലോ, ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനെ സമീപിക്കുന്ന ഒരു നില, അത് സത്യത്തിൽ ഭയങ്കര മനുഷ്യത്വ വിരുദ്ധമാണ് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ അവനവനോടുള്ള അല്ലെങ്കിൽ അവനവൻ്റെ അവകാശങ്ങളോടുള്ള അജ്ഞത കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത്. അല്ലെങ്കിൽ അപരൻ്റെ വേദന അങ്ങനെ നമ്മുടേതായി കാണേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഞാൻ ഈ വാർത്തയുടെ ഒക്കെ കമൻറ്റുകളൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര പരിഹാസവും പുച്ഛവുമാണ്. അതൊരു സ്വകാര്യ കമ്പനിയാണ്, അതൊരു കോർപ്പറേറ്റാണ്, കോർപ്പറേറ്റുകളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ അതിനോട് യോജിച്ച് അതിനോട് വിധേയപ്പെട്ടും വേണമല്ലോ സാധാരണ ജോലി ചെയ്യുവാൻ. അതുമാത്രവുമല്ല, അതിൽ ഇടപെടുന്ന ഇപ്പോൾ ഇന്ന് DYFI നേതാക്കൾ അവിടെ എത്തുകയുണ്ടായി, MLA അടക്കം VK സനോജും വസീഫും അടക്കം അവിടെ എത്തുകയുണ്ടായി. അതുമാത്രമല്ല, പ്രവർത്തകരും ഉണ്ടായി. മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ ഇതിൽ അഭിപ്രായം പറയുകയും അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ മുഹമ്മദ് റിയാസ് അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ താഴെ അടിയിൽ കമൻറ്റ് ആളുകൾ വന്ന് സംസാരിക്കുന്നത്, ഇതേപ്പറ്റി സംസാരിക്കുന്നത് വളരെ ചുരുക്കം പേർ മാത്രമേ ഇതിനെ അനുകൂലിക്കുന്നുള്ളൂ. അല്ലാതെ ഇത് ചെറുക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നുള്ളൂ. ബാക്കിയുള്ളവർ വീട്ടിൽ പോകൂ, എന്തിനാണ് ഇതിനൊക്കെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ളവരെ തിരുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവിടെയുള്ള കമ്പനി, ഒരു സ്വകാര്യ കമ്പനിയെ നിങ്ങളങ്ങ് വിചാരിച്ചാൽ നന്നാക്കാമോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര പരിഹാസവും പുച്ഛവുമാണ്. അത് എന്തൊരു അജ്ഞതയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ചില നിയമങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. ഈ നിയമം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, മനുഷ്യായുസിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതൊന്നും ഇവിടെയുള്ളവർക്ക് അത് ഭയങ്കര അജ്ഞരാണ് ഒരു വിഭാഗം മുഴുവൻ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്,
അതായത് മുതലാളിയുടെ ആജ്ഞക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട വെറും നായയല്ല ഇവിടെയുള്ള തൊഴിലാളികൾ എന്നുള്ള ഒരു മിനിമം അടിസ്ഥാന ബോധ്യം ഇവിടെയുള്ള പലർക്കുമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ 900-ഓളം പേരെ പിരിച്ചുവിട്ട അവരുടെ ജീവിതം പോലും ആലോചിക്കാത്തവർ ഇങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ കമ്പനിയിലോ ജോലിക്കുള്ള യോഗ്യത എന്നുള്ളത് അടിമയായിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വിധേയപ്പെട്ട് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് അതുമാത്രം റാങ്ക് മൂളിയിരിക്കുന്നതോ മറ്റോ ആണ് ഇതിൻ്റെ യോഗ്യതയും അടിസ്ഥാനവും എന്നൊക്കെയാണെന്ന് തോന്നുന്നു കുറച്ച് ആളുകൾ വിചാരിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പക്ഷേ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. തൊഴിൽ എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അത് ഉറപ്പാക്കാൻ ഇവിടെ കുറേ സംവിധാനങ്ങളുണ്ട്. അതുമാത്രമല്ല തൊഴിൽ ചൂഷണം എന്നുള്ളത് നമ്മൾ പ്രതിരോധിക്കുകയും വേണം. അതിനുള്ള നിയമങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ലേബർ കോഡാണെങ്കിലും നമുക്ക് ആദ്യമായി മുന്നിലേക്ക് വന്നു. അത് പഴയതുമുണ്ട് പുതിയതുമുണ്ട്. പുതിയതിലത്തെ പ്രശ്നങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പുതിയതിനെ എന്തുകൊണ്ട് ചെറുക്കണം എന്നുള്ളത് അത് ചിലപ്പോൾ ഈ സമൂഹത്തിൽ എത്രമാത്രം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ ഒരു ചൂണ്ടുപലകയോ ഒരു സൂചനയൊക്കെ കൂടിയായിട്ട് വേണമെങ്കിൽ ഇതിനെ കൂടി അതിൽ ഉൾപ്പെടുത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ഇവിടെയുള്ള നിയമത്തിൽ ലേബർ കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണല്ലോ ഈ കമ്പനിയുടെ ആദ്യത്തെ അവകാശവാദം ഉണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലും നേരത്തെ, അതായത് ഒരു കമ്പനി പറഞ്ഞിരിക്കുന്നത് ഹർഷൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പഴയ നിയമത്തിൽ 100 പേരിൽ താഴെയുള്ള ഒരു കമ്പനിക്ക് അവരുടെ ജീവനക്കാരെ പിരിച്ചുവിടുവാൻ വേണ്ടി സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങേണ്ട എന്നുള്ളതായിരുന്നു. അത് 300 ഉയർത്തുകയാണല്ലോ പുതിയ നിയമത്തിലുള്ളത്. പക്ഷേ ഈ കമ്പനി ആ പരിധിയിൽ പോലും പെടുന്നില്ല. അതായത് പുതിയ ലേബർ കോഡ് തന്നെ വലിയ ആശങ്കയാണ് ഇവിടെയുള്ളവർക്ക്, ഇവിടെയുള്ള ട്രേഡ് യൂണിയനുകൾക്ക്, ഇവിടെയുള്ള തൊഴിലാളികൾക്ക്. തൊഴിലവകാശങ്ങൾ ശ്രദ്ധിക്കുകയും അതിനെപ്പറ്റി ബോധവാന്മാരായവർക്കും അത് അത്രയേറെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇക്കൂട്ടർ അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ അതിൻ്റെ പരിധിയിൽ പോലും ഈ കോറൽ ഹെൽത്ത് എന്ന് പറയുന്ന ഈ സംവിധാനം നിലവിൽ ഒരു മാന്യതയും പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആ നിയമങ്ങളൊന്നും അനുസരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. അവർ രാവിലെ അവിടെ എത്തിയ ഒരു തൊഴിലാളിയെ അല്ലെങ്കിൽ ഒരു കൂട്ടം തൊഴിലാളികളെ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് ചെയ്തത്. എന്ന് മാത്രവുമല്ല ചില ആളുകൾക്കെങ്കിലും അക്കൗണ്ടിലേക്ക് ഒരു 3 മാസത്തെ ശമ്പളം കൊടുക്കുകയും ഇത് കൈപ്പറ്റുന്നതോടുകൂടി, അതിൻ്റെ കുറിപ്പാണ് അതിലെ വേറൊരു ഘടകം, ഇത് കൈപ്പറ്റുന്നതോടുകൂടി കമ്പനിക്കെതിരെ ഭാവിയിൽ നിങ്ങൾക്ക് നിയമ നടപടി സ്വീകരിക്കാനുള്ള അവകാശമില്ല എന്നുള്ളതൊരു കുറിപ്പും കൂടി ഉണ്ടത്രേ അതിന് ഉള്ളിൽ എന്നുള്ളത് ചില ആളുകളുടെ പ്രതികരണങ്ങൾ കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഏകപക്ഷീയമായിട്ടാണ് തീരുമാനം. പക്ഷേ അത്തരം ഒരു തീരുമാനം എടുക്കാൻ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് നിലവിൽ അനുവാദമില്ല, അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്നില്ല. അത് നിയമത്താൽ ഇവിടുത്തെ തൊഴിലാളികൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ള ബോധം തൊഴിലാളികൾക്കും കൂടി വേണം. അതിൽ ഈ സംഘടിതമായി അതിനെ ചെറുക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം, നമുക്ക് പണിയെടുത്താൽ നമുക്ക് കൊള്ളാം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഒരു വരട്ടുവാദമാണല്ലോ. അത് തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വന്ന വഴി മറക്കുവാൻ പാടില്ല. ഇവിടെയുള്ളവർ എങ്ങനെയാണ് നമ്മൾക്ക് കൂലി കിട്ടി തുടങ്ങിയത്, ഈ കൂലി അധികം ചോദിച്ചു തുടങ്ങിയത് എങ്ങനെയാണ് തൊഴിൽ ചൂഷണങ്ങളെ നമ്മൾ നിരന്തരം പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ ഇവിടെ സംഘടിതമായി പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ മറ്റൊരു വേർഷനാണല്ലോ നമ്മൾ ഇന്ന് കാണുന്നത്. പ്രതിഷേധിക്കുവാൻ വേണ്ടി ഇപ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുവാൻ വേണ്ടി ഒരു സമൂഹത്തിൻ്റെ അല്പം ഭാഗവും ഇവിടെയുള്ള അല്പം സംഘടനകളും ഉണ്ട് എന്നുള്ളത് ആശ്വാസം തന്നെയാണ് എന്തായാലും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡിലാണല്ലോ പറയുന്നത് തൊഴിലാളികളെ പിരിച്ചുവിടുന്ന കാര്യവുമായി ബന്ധപ്പെട്ട്. അതിൽ തന്നെ അധ്യായം 9 സെക്ഷൻ 74 പിരിച്ചുവിടലിനെ കുറിച്ച് പറയുന്നത് ഏതെങ്കിലും സ്ഥാപനം അടച്ചുപൂട്ടാൻ ഉദ്ദേശിക്കുന്നതായി അറിയിച്ചുകൊണ്ട് 60 ദിവസം മുൻപ് നോട്ടീസ് നൽകണം. സർക്കാരിന് നൽകേണ്ട നോട്ടീസിൽ സ്ഥാപനം അടച്ചുപൂട്ടാൻ ഉദ്ദേശിക്കുന്ന കാര്യകാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാകണം ആ നോട്ടീസിൽ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണുള്ളത്. ഇങ്ങനെ ഒരു കാര്യവും ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനൊക്കെ ഇത് പറയുന്നത് ഇതുവരെ ഈ പുതിയ ലേബർ കോഡ് നമ്മളിവിടെ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളത് അതൊരു വസ്തുത തന്നെയാണ്, ശരിയാണ്. അതിനെതിരെ ഇപ്പോഴും അപ്പോൾ ഈ ലേബർ കോഡിൻ്റെ പരിധിയിൽ, അതായത് ഈ കമ്പനി അവകാശപ്പെടുന്ന ലേബർ കോഡിൻ്റെ ആണല്ലോ നമ്മൾ അനുസരിച്ചാണ് നടപ്പാക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിധിയിലൊന്നും നിലവിൽ ഇത് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ ഇക്കാര്യത്തിൽ ഉള്ളത് കേരളത്തിലുള്ളത് കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടാണ് നിലവിലുള്ളത്. അത് പ്രകാരം എങ്കിലും 1 മാസം മുമ്പെങ്കിലും ഈ നോട്ടീസ് കൊടുക്കണം എന്നുള്ളതാണ്. ആ 1 മാസം മുമ്പും നോട്ടീസ് കൊടുത്തിട്ടില്ല, പ്രത്യേകിച്ച് 1 ദിവസം മുമ്പ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തൊഴിലാളികളെ വെറും ലാഭേച്ഛയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, നമ്മൾ ഇവിടെ സിസ്റ്റങ്ങൾക്ക് വളരെ അധികം പ്രാധാന്യം കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ ഓഫീസുകൾക്ക്, അവർക്കാണ് കൂടുതൽ സുരക്ഷ വേണ്ടതെന്ന് പറയുന്നത് പോലെ, അതുപോലെ ഒരു തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കാതെ തന്നെ അവരെ ഉപയോഗിച്ചുകൊണ്ട് പുറത്തെറിഞ്ഞേക്കാം എന്ന് മാത്രം വിചാരിക്കുന്ന തൊഴിലിന്, അതായത് അവർ നൽകുന്ന അവരുടെ സമയത്തിനും
അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനും യാതൊരു വിലയുമില്ലാതെ ശമ്പളം എന്നുള്ള കാര്യത്തിൽ മാത്രം ഒതുക്കിക്കൊണ്ട് പണിയെടുത്തതിന് കൂലി കിട്ടിയല്ലോ എന്ന നിലയിൽ മാത്രം അവർ ഉപയോഗിച്ച് ഒഴിവാക്കി കളയുന്ന ഒരു രീതിയാണ് ഈ കമ്പനികൾക്കുള്ളത്. പക്ഷേ അത് എന്തായാലും നമ്മൾ എന്ത് വില കൊടുത്തും ചെറുക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുതിയ ലേബർ കോഡുകളിൽ കൂടി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഏകപക്ഷീയമായ കാര്യങ്ങളിലേക്കും ഇത്തരം കമ്പനികൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താവുമെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഇതിലൊരു വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ആ സമയത്ത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മളെയും തേടി വരില്ല എന്നാര് കണ്ടു എന്നുള്ളതും കൂടെ നമ്മൾ ഇപ്പോഴേ ആലോചിക്കണം. കാരണം നമ്മൾ അനുഭവിക്കാത്ത വേദനയൊന്നും നമുക്കങ്ങനെ പ്രശ്നമായി ഇത് തോന്നില്ല എന്ന് പറയുമല്ലോ. പക്ഷേ നമ്മൾ കൂടി ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നേക്കാം എന്നുള്ളൊരു ബോധ്യം വേണം. പിന്നെ ഈ സംഘടിക്കുകയും പ്രതിഷേധിക്കുകയൊന്നും ചെയ്യുന്നത് വലിയ കുറവായി കാണേണ്ട കാര്യമൊന്നുമില്ല. ഇക്കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അതിൽ കൂടുതൽ അതിലൊരു പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം സംഘടിക്കുന്നത് എന്തോ കുറവായി കാണുകയും അവർക്ക് അയ്യോ ഇവരുടെയൊക്കെ ജീവിതവും ഭാവിയൊക്കെ എന്താണ് എന്നൊക്കെ ഉത്കണ്ഠപ്പെടുന്ന കുറേ ആളുകളുണ്ട് നമുക്ക് ചുറ്റും. ഈ പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്കൽ പാർട്ടിയിലൊക്കെ പങ്കെടുക്കുന്നവരും അങ്ങനെയല്ലാതെ എന്തെങ്കിലും ക്ലബ്ബുകളോ മറ്റോ ആയിട്ടൊക്കെ പോകുന്നവരോടൊക്കെ ഒരു തരം പുച്ഛമുണ്ട്. അതൊരു തരം അവനവനസ്യത്തിലേക്ക് ഒതുങ്ങുന്നതിൻ്റെ ഭാഗമായി തോന്നുന്ന കാര്യങ്ങളാണത്. പക്ഷേ ഇത്തരം കോർപ്പറേറ്റുകളിൽ ഒരു വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ സംഘടനയ്ക്കൊക്കെ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ള തിരിച്ചറിവും കൂടിയാണ് ഉണ്ടാവുന്നത്. ഇത്തരം പ്രതിരോധങ്ങളും ചെറുത്തുനിൽപ്പുകളും ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് US ആസ്ഥാനമായ മെഡിക്കൽ കോഡിംഗ് കമ്പനി അവരുടെ കേരളത്തിലെ ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. ഈ നീക്കത്തെ ന്യായീകരിക്കാൻ അവർ കൂട്ടുപിടിക്കുന്നതാകട്ടെ രാജ്യത്ത് പുതുതായി പ്രാബല്യത്തിൽ വന്ന ലേബർ കോഡുകളെയും. പ്രസ്തുത കോഡ് കേരളം നടപ്പിലാക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. ഈ വസ്തുത നിലനിൽക്കെ തന്നെ രാജ്യത്ത് നിലവിൽ ഉണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങളെ ഏകീകരിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ 4 ലേബർ കോഡുകളെപ്പറ്റി അതിൻ്റെ പ്രാരംഭഘട്ടം മുതൽ എതിർപ്പും ശക്തമായിരുന്നു. ആ എതിർപ്പുകൾ എന്തിനായിരുന്നു എന്ന് തുറന്നു കാട്ടുന്ന നടപടിയാണ് കോറോ ഹെൽത്തിൽ ഇപ്പോഴുണ്ടായത്. തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ലാഭം കൊയ്യുന്ന കോർപ്പറേറ്റ് കമ്പനികളുടെ നടപടികൾ എല്ലാ കാലത്തും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതിനെതിരെ പോരടിച്ചും സമരം ചെയ്തുമെല്ലാമാണ് ലോകത്തെ പല തൊഴിൽ നിയമങ്ങളും രൂപപ്പെട്ടിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ തൊഴിലാളി സ്വാതന്ത്ര്യത്തെയും അവരുടെ അവകാശങ്ങളെയും കാറ്റിൽ പറത്തുന്ന നടപടികൾ ഉണ്ടായാൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതാണ് നമ്മൾ ഇന്ന് കൊച്ചിയിലും കോഴിക്കോടും കണ്ടതും. വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും രംഗത്ത് വരുന്നതും ഏറെ ശുഭകരമായ കാര്യമാണ്. രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ കാത്തുസൂക്ഷിക്കാൻ സർക്കാരും അധികൃതരും ബാധ്യസ്ഥരാണ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒരിടവേള.